അത്യുന്നതന്റെ സംരക്ഷണയിൽ വസിക്കുന്നവനും സർവ്വശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എന്ന് പറയും. ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയും. അവിടെ നിന്ന് വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരി രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. എൻ്റെ പേര് വിജി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നെയ്യാറ്റിൻകര രൂപത കിളിയൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു കാറ്റീസം ടീച്ചറാണ്. എൻ്റെ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്കൊരു മോനും ഒരു മോളും. എൻ്റെ ഇത് ഹസ്ബൻഡാണ്. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നിട്ടുണ്ട്. ഒരാഴ്ച പോലും ഞങ്ങളെ വീട്ടിൽ ചോറ് വയ്ക്കാതിരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് ചോറുകൊണ്ടുവരും ഞങ്ങൾക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പം എറണാകുളത്തുള്ളൊരു സിസ്റ്റർ എൻ്റെ പള്ളിയിൽ വരികയും അവരെന്നോടത്ത് കൃപാസനം പള്ളിയെക്കുറിച്ച് അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, വിജി നീ അവിടെ ചെല്ല്, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്ററിന് അവിടെ നിന്ന് ട്രാൻസ്ഫറായി. ഞങ്ങൾ 27 ടീച്ചേഴ്സുണ്ട്. 27 ടീച്ചേഴ്സിനും ഓരോ കൊന്ത സിസ്റ്റർക്ക് ഗിഫ്റ്റായിട്ട് തന്നു. ഈ 27 ടീച്ചേഴ്സിനും തന്നതിൽ എൻ്റെ കൊന്തയിൽ ഇവിടുത്തെ മാതാവിൻ്റെ ഒരു കാശ് രൂപമുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്കൊരു കാശ് രൂപം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, മാതാവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, നീ എത്രയും വേഗം ഇവിടെ വരണമെന്ന്. അപ്പോൾ എനിക്കിങ്ങോട്ട് വരാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടതയിലാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത്രയും നിവൃത്തി ഇല്ലാതിരുന്നിട്ട് പോലും ഞങ്ങളിങ്ങനെ പൈസയൊക്കെ കടം മറിച്ചു. ഇവിടെ ഒരു ദിവസം ഞങ്ങൾ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ മാതാവിനെ കണ്ടു. ഞാൻ എത്ര ദിവസം മാതാവിനെ കാണണമെന്ന് വിചാരിച്ചു. എൻ്റെ ഉള്ളിൽ ഞാൻ ആരെ തീക്ഷ്ണമായിട്ട് ഞാൻ കാണണമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മയെ ഞാൻ ഇവിടെ കണ്ടു. എൻ്റെ ദേഹം മൊത്തവും ഒരു തണുത്ത കാറ്റടിക്കാൻ പോലെ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് എൻ്റെ കണ്ണിൽ നിന്നും വീഴുന്നത് രക്തത്തുള്ളികളായിരുന്നു. കാരണം ഞാൻ എൻ്റെ മാതാവിനോട് അപേക്ഷിച്ചു, അമ്മയും ഒരമ്മയല്ലേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴി ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇവിടെ നടന്ന ധ്യാനത്തിൻ്റെ ക്ലാസ് ഒന്നും ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മാത്രമേ വീഴുന്നുള്ളൂ. ഞാൻ എത്ര ദിവസം പിള്ളേരെ പട്ടിണിക്കിടും. അങ്ങനെയൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. ഞാൻ മാതാവിനോട് സങ്കടം പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ പോയി 2 ആഴ്ച നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന, ബൈബിള് വായിക്കും. മുടങ്ങിക്കിടന്ന കുടുംബ പ്രാർത്ഥന ഏറ്റെടുത്ത് ഞാൻ നേതൃത്വം കൊടുത്ത് വീട്ടിൽ പ്രാർത്ഥിക്കും. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടനൊരു വണ്ടി ഓടാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സാലറി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ആ ദാരിദ്ര്യ പ്രശ്നം എൻ്റെ പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റി തന്നു. ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു ടിപ്പർ ലോറി. അപ്പോൾ അതിങ്ങനെ ഭയങ്കര സാമ്പത്തിക വിഷയങ്ങളൊക്കെ, ഒരു പ്രാവശ്യം ഫിനാൻസ് എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് അടച്ചു. 2ാമത്തെ പ്രാവശ്യം 2018 ഞങ്ങൾ ഫിനാൻസ് എടുത്തിട്ട് അതടയ്ക്കാൻ നിവർത്തിയില്ലാതെ അത് കേസായി. വണ്ടി ഞങ്ങളൊരാൾക്ക് പണയം ഇട്ട് മൈക്രോ ഫിനാൻസിൽ ലോൺ എടുത്ത് പലിശയ്ക്കെടുത്ത് ഞങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞങ്ങളിങ്ങനെ കടത്തിലോട്ട് അധപതിച്ച് പോയത്. അപ്പോൾ ചേട്ടൻ അപ്പോഴും ഇത് കോൺക്രീറ്റിൻ്റെ പണിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ അവിടെ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണമാണ് ചേട്ടൻ അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ചേട്ടൻ കഴിക്കാതെ അത് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും. ഞങ്ങൾ വീട്ടിൽ 4 പേരും ഇരുന്ന് കഴിക്കും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഈ സിസ്റ്റർ തന്ന കാശ് രൂപ എടുത്തിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അത് 2 ദിവസം ഞാൻ പീരീഡ്സ് ആയിരുന്നു. അപ്പോൾ 2 ദിവസം കൂടി ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ആ ഒരു ടയേർഡും പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ ചേട്ടൻ വരുമ്പോൾ ഞാൻ എന്ത് ഭക്ഷണം കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും നീ ഒരു വഴി കാണിച്ചു തരണം. അങ്ങനെ പറഞ്ഞൊരു 3:30 മണിയപ്പോൾ ചേട്ടൻ വന്നു. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റാണ് ചേട്ടൻ കൊണ്ട് തന്ന്. പണിക്കാർ കുറവായുണ്ട്. 5 പാഴ്സലാണ് ചേട്ടൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ടിപ്പർ ലോറി ഫിനാൻസ് വിഷയമായി. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി. ഞങ്ങളെ വണ്ടി മാറ്റി ഒളിച്ചിടേണ്ടി വന്നു. ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കപ്പുറത്തിലേക്ക് രാത്രിയും പകലും കടക്കാർ വന്ന് പല അനാവശ്യങ്ങളും പറഞ്ഞു. ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മരിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അപ്പോഴാണ് ഇവിടെ വന്നത്. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ ഫിനാൻസ് എടുത്തത് ഇൻഡസ്ലൻഡ് ബാങ്കായിരുന്നു. ഞങ്ങൾ 4.5 ലക്ഷം രൂപ ഫിനാൻസ് എടുത്തിട്ട് 3,20,000 രൂപ അടച്ചു. എന്നിട്ട് 6,10,000 രൂപ വേണമെന്ന് പറഞ്ഞ് അവർ കോടതിയിൽ നിന്ന് വിധിയും വാങ്ങിക്കൊണ്ട് വന്ന്. ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ എൻ്റെ പേരിലാണ് വണ്ടി ആയിരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എന്നെ റിമാൻഡ് ചെയ്യുമെന്നൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത് അന്വേഷിച്ചപ്പോൾ.
ഞങ്ങളിവിടെ വന്ന് ഞാൻ സെപ്റ്റംബറിൽ വന്ന മാതാവിൻ്റെ അടുത്ത് എൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് നീ ഇതിനൊരു അവസാനം ഉണ്ടാക്കി തരണം. ഈ പ്രായത്തിൽ എനിക്ക് വന്ന് ജയിലിൽ കിടക്കാനൊന്നും എനിക്ക് പറ്റൂല, എൻ്റെ മക്കളെ ഇറങ്ങിയിട്ട് എനിക്ക് പോകാൻ പറ്റൂല. അമ്മേ, നീ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മാതാവ് എന്നെ കൈവിട്ടില്ല. കേസ് വിളിച്ചു, മീഡിയേഷനിലിട്ടപ്പോൾ ഞങ്ങളടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും പൈസയൊന്നും അടയ്ക്കാൻ പറ്റൂല. അപ്പോൾ ആ ബാങ്കിൻ്റെ വക്കീൽ തന്നെ പറഞ്ഞു, പേടിക്കേണ്ട, 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒതുക്കി തരാമെന്ന് പറഞ്ഞു. 6,10,000 എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് 3 ലക്ഷം രൂപയ്ക്ക് ഒതുക്കി തരാമെന്ന്. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി. പിന്നെ ഞാൻ വക്കീലിനെ വിളിച്ചു, എന്നെ കൊണ്ട് പറ്റൂല, എന്തെങ്കിലും ഒരു 25,000 കുറച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ് ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ബാങ്കിനെ അറിയിക്കുകയും ഞങ്ങൾ ആ ക്യാഷ് സെറ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ മാസം നവംബർ 30 കോടതിയിൽ ആ പൈസ അടയ്ക്കേണ്ടത്. എല്ലാ പൈസയും സ്വരുകൂട്ടി വെച്ചപ്പോൾ ആണ് ഞാനൊരു ഗ്രൂപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 60,000 രൂപ കുറവുണ്ടായിരുന്നു ഈ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ പൈസയ്ക്ക് വേണ്ടി ഞാൻ അതിൽ നിന്ന് ചെന്ന് ലോണ് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ 20,000 തിരിച്ചടയ്ക്കേണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരിൽ 4 പേർക്ക് ക്യാഷ് ഇല്ല. ഈ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ അവരെ സഹായിച്ചു ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ലോണ് ക്ലോസ് ചെയ്തപ്പോഴാണ് അറിയുന്നത് അവർക്ക് സിബിൽ പ്രശ്നമുള്ളതുകൊണ്ട് അവർക്ക് ലോണ് കിട്ടൂല, എനിക്ക് മാത്രമേ പാസ്സാവുകയുള്ളൂ എന്ന്. അങ്ങനെ വീണ്ടും ഒരു വലിയ താഴ്ചയുടെ വക്കിൽ അങ്ങോട്ട് ഞാൻ പോയി. എന്നിട്ട് മാതാവ് എന്നെ കൈവിട്ടില്ല. മാതാവിനെ ഞാൻ കൂടെ പിടിച്ചു. ഞാൻ എവിടെ പോയാലും എൻ്റെ മാതാവിൻ്റെ കാശ് രൂപയും ജപമാലയും ഞാൻ കരുതും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ നവംബർ 30 10 മണിക്ക് മുന്നേ എൻ്റെ കയ്യിൽ 2,75,000 രൂപയും എൻ്റെ കയ്യിൽ മാതാവ് സെറ്റാക്കി തന്നു. ഈ പൈസയും കൊണ്ട് ഞാൻ കോടതിയിൽ പോയപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയാണ് കോർട്ടിൽ കയറിയത്. അപ്പം ഞങ്ങളെ വക്കീൽ ചോദിച്ചു എത്ര രൂപയുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ പറഞ്ഞു എല്ലാവരും ഉരുപ്പടിയൊക്കെ പണയം വെച്ചിട്ടാണ് പോയി, വന്ന ഉടനെ തിരിച്ചു കൊടുക്കണം, ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്താണ് ഞങ്ങൾ മറിച്ചത്. ഞങ്ങൾ പറഞ്ഞ് 2.5 ലക്ഷം രൂപയുണ്ടെന്ന് ഞങ്ങളെ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് എന്നൊക്കെ സമ്മതിച്ചിട്ട് ജഡ്ജി വിളിച്ച് ഞങ്ങളെ കോടതി വിളിച്ച് അപ്പോൾ ചോദിച്ചു എത്ര ഉണ്ട് പൈസയെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞ് സാറേ ഞങ്ങൾ 2 ലക്ഷം രൂപയേ ഉള്ളൂ, എനിക്ക് 1 മാസത്തെ അവധി കൂടി തരണം, അല്ലെങ്കിൽ എനിക്കൊരു നിവർത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മയാണ് ജഡ്ജിയുടെ വേഷത്തിൽ അവിടെ ഇരുന്ന് സംസാരിച്ചത്. അവർ പറഞ്ഞത് നിൻ്റെ 2 ലക്ഷം രൂപയുണ്ട്, നീ ഇതിപ്പോൾ അടച്ചാൽ മതി, 3 മാസം കഴിഞ്ഞിട്ട് നീ ബാക്കി അടച്ചാൽ മതി എന്ന്. ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് അവിടെ നിന്ന് തന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ 3 മാസം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ 2 ലക്ഷം രൂപ അടച്ചിന് 3 മാസം കഴിഞ്ഞിട്ട് ബാക്കി അടച്ചാൽ മതി. അത് കഴിഞ്ഞ് എൻ്റെ വീടിനടുത്ത് ഒരു അങ്കിള് ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞുള്ള സംഭവമാണ്. മാവിൽ കയറി മാങ്ങ പറിക്കാൻ കയറിയെടുത്ത് താഴെ വീണതാണ്. അപ്പം ഞാൻ എൻ്റെ വീടിനടുത്തായിരുന്നിട്ട് പോലും ഞാൻ പോവാത്തതിൻ്റെ കാരണം വെറും കയ്യോടെ പോകുന്നത് എങ്ങനെ, എന്തെങ്കിലും 50 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാതെ എങ്ങനെ പോകും ഞാൻ അങ്ങനെ വിചാരിച്ച് ഞാൻ പോയില്ല. ആ പൈസ കൊണ്ട് എൻ്റെ പിള്ളേർക്ക് ഞാൻ ചോറ് വയ്ക്കുമല്ലോ എന്നുള്ള ഒരു മനസ്ഥിതിയായിരുന്നു. അപ്പം ഞാൻ ജപമാല പ്രാർത്ഥന TV വെച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ജനലിൻ്റെ അടുത്തൂടെ ഒരു പ്രകാശം ഞാൻ കണ്ടു. ഞങ്ങളെ വീടിൻ്റെ ഒരു 50 മീറ്റർ മാറി എൻ്റെ പരിശുദ്ധ അമ്മ ഈ റോഡിൽ നിന്ന് ഈ വിരൽ ചൂണ്ടി കാണിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ പെട്ടെന്ന് വെളിയിലിറങ്ങി എൻ്റെ അമ്മ നിൽക്കുന്നു, ഇങ്ങനെ വിരൽ ചൂണ്ടി കാണിക്കണം ആ വീടിൻ്റെ ഭാഗത്തേക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഓടി എൻ്റെ മാതാവിൻ്റെ അടുത്ത് പോയി കാശ് രൂപ കൊടുത്ത് ആ ഉടമ്പടി തൈര് കൊടുത്ത് ഞാൻ എൻ്റെ നെഞ്ചിൽ വെച്ച് ഞാൻ ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് റിലാക്സ് ആവാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ടൈപ്പൊന്നുമല്ല, പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അമ്മേ. എനിക്ക് പെട്ടെന്നൊരു ബൈബിൾ വചനമാണ് ഓർമ്മ വന്നത്. ഞാൻ കേവലം ഒരു ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല എന്നൊരൊറ്റ വചനമാണ് എൻ്റെ മനസ്സ് വന്നത്. അപ്പം ഞാനത് തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞ്, നീ പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ എൻ്റെ പിറകെ വന്നാൽ മതി, ഞാൻ നിൻ്റെ മുന്നേ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കെന്തോ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതുപോലെ ഞാൻ വീടൊന്നും ഡോർ ലോക്ക് ചെയ്യാതെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഞാൻ മാതാവ് എൻ്റെ ഫ്രണ്ടിലുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൽ തന്നെയാണ്, ബോധ്യമല്ലാതെ ഒരു സത്യമായിരുന്നു. ഞാൻ അമ്മയോട് ഒപ്പം ചെന്ന് ആ വീട്ടിൽ ഞാൻ പോയി. അവിടെ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് അയാൾക്ക് ഒരു 10-15 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഈ സ്റ്റിച്ചിൽ 2 സ്റ്റിച്ച് ഇങ്ങനെ പഴുക്കേണ്ട ഒരു സ്റ്റേജിലായിരുന്നു. ഒന്ന് നല്ല ചുവന്ന് പഴുക്കാനുള്ള ഒരിതും, ഒന്ന് ചെറുതായിട്ട് അങ്ങനെ ആ ഒരു ആരംഭമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഇത് സുഖം പ്രാപിക്കാൻ. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു.
എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ ഉള്ളു തുറന്ന് ഞാൻ പ്രാർത്ഥിച്ചു തന്നാണ്. എൻ്റെ വായിൽ എവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൃപ തന്നത് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി തൈലം ഇട്ടുകൊടുത്തു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു. പിറ്റേന്ന് ഞാൻ എൻ്റെ അടുത്ത് വന്ന് അവർ ഇങ്ങോട്ട് പിടിച്ച് പറഞ്ഞു, അവർക്ക് സുഖമുണ്ട്, നല്ല സുഖമുണ്ട്, നീ ഒരിക്കൽ കൂടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് കുറേ എല്ലാം ഒരുപാട് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്, ജീവനോടെ നിൽക്കുന്നത്, അത് സത്യമാണെങ്കിൽ അത് ദൈവത്തിൻ്റെയും എൻ്റെ പരിശുദ്ധ അമ്മയുടെയും കൃപ കൊണ്ട് മാത്രമാണ്. അത് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത്, ഞങ്ങൾ ഇവിടെ വരുന്ന ഒരു 7-8ഓളം സഹോദരങ്ങളുണ്ട്. പ്രേക്ഷിതർ എന്നൊരു ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ ചെന്ന് ഓരോ ഓർഫനേജിലും, ബോയ്സ് ഹോമിൽ, ഗേൾസ് ഹോമിൽ, പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ, ഇങ്ങനെയൊക്കെ ബഡ് സ്കൂളിലൊക്കെ പോയി അവർക്ക് വേണ്ട ഭക്ഷണ സാധനം 1 മാസത്തേക്കുള്ളത് ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കും. ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കും. പിന്നെ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയി പൊതിച്ചോറ് കൊണ്ടു കൊടുത്തിട്ട് ഇവിടുത്തെ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കും. ചിലവർ അതൊരു വലിയ ഭക്ഷണത്തിനെക്കാളും ആർത്തിയോടെയാണ് ആ പത്രം വാങ്ങുന്നത്. ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എൻ്റെ അടുത്ത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ധ്യാനത്തിന് എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ മുടങ്ങാതെ ഉപവസിച്ചുകൊണ്ട് ഇവിടുത്തെ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കും. ഈ അച്ഛൻ ഇവിടെ ധ്യാനം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ എനിക്കറിയാവുന്ന ഗ്രൂപ്പുകളിലും ആൾക്കാർക്കും എല്ലാം ഞാൻ അത് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞത്, എനിക്ക് മാതാവിനെ ഒരിക്കൽ സ്വപ്നം കാണാൻ എനിക്ക് പറ്റി. ലാവൻഡർ പൂക്കളുടെ ഇടയിൽ മാതാവ് ഈ ചന്ദ്രൻ്റെ നിലാവിൽ ഇങ്ങനെ എഴുന്നള്ളി വരുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഇങ്ങനെ മുഖത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അമ്മ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞത്, എൻ്റെ മാതാവ് ഇങ്ങനെ അസുഖമില്ലാത്ത അങ്കിളിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടിൽ അമ്മ ഒരു ദിവസം വന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 2ാമത്തെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിന് മുന്നേ കുളിച്ചൊരുങ്ങി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ട സമയത്ത്, പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് ഒരു വല്ലാത്തൊരു സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ തലേ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണേന്ന്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് എന്നും ചുംബിച്ചിട്ടാണ് വയ്ക്കണത്, തിരിച്ച് പ്രാർത്ഥിച്ചിട്ട്. അങ്ങനെ മാതാവിൻ്റെ റോസാപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കേണ്ടായി. എൻ്റെ മോക്കത് അനുഭവിക്കാനിടയായി. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്താൽ പിന്നെ എനിക്ക് ക്ഷമിക്കാനുള്ള ഒരു വലിയ കഴിവ് തരുന്നു. ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്, വീട്ടിലും പുറത്തൊക്കെ എനിക്ക് ക്ഷമിക്കാനുള്ള വലിയൊരു കഴിവ് തന്നു. ഞായറാഴ്ച കുർബാന മുടക്കില്ല, മാസത്ത് മാക്സിമം 1-2 പ്രാവശ്യം കുമ്പസാരിക്കാൻ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പോവും. അടുത്താണ് പള്ളി, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ദിവസവും ഞാൻ ഓടി പള്ളിയിലെത്തും. പള്ളിയിലെ എല്ലാ കാര്യത്തിലും ഞാൻ നല്ലതുപോലെ സഹകരിക്കും. ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രയേലിൻ്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. വിജി സതീഷ് എന്ന ഈ സഹോദരിയും കുടുംബവും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഏറ്റവും സന്തോഷത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കുടുംബത്തിന് ലഭിച്ച വലിയ സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. മകനുടെ വാക്കുകളിൽ നാം ആവർത്തിച്ച് കേട്ടുകൊണ്ടിരുന്നു, ദാരിദ്ര്യത്തിൻ്റെ ദൈന്യതയിലാണ് പരിശുദ്ധ കൃപാസന മാതാവിനെക്കുറിച്ച് കുടുംബം കേൾക്കുന്നത്. കടബാധ്യത മൂലം നിക്കക്കളിയില്ലാതെ ജീവിതം എന്ത് ചെയ്യുമെന്നറിയാതെ കുഴങ്ങിയ ദിവസങ്ങളിലാണ് പരിശുദ്ധ കൃപാസന മാതാവിനെക്കുറിച്ച് കുടുംബം അറിയുന്നത്. ഈ 2 ജീവിതത്തെ തന്നെ കൈവിട്ടു പോകാവുന്ന ഏറ്റവും ക്ലേശകരമായ അവസരങ്ങളിൽ അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് എത്തിച്ചേർന്ന് ഉടമ്പടി എടുക്കുമ്പോൾ കുടുംബത്തിന് ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ് സഹോദരി പങ്കുവയ്ക്കുന്നത്. ആദ്യത്തേത് ദാരിദ്ര്യം, കുടുംബത്തിൽ ഭക്ഷണമില്ലാത്തൊരവസ്ഥ. നാം ഇന്ന് അതങ്ങനെ അധികം കേൾക്കാറില്ല. നാം അങ്ങനെ ഭവനങ്ങളിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഒട്ടും കേൾക്കാറില്ല. അത്രയേറെ ദാരിദ്ര്യവും ക്ലേശവും കുടുംബത്തിലുണ്ടെന്നും ജോലിസ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന പൊതിച്ചോറ്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചോറ്, അതായിരുന്നു കുടുംബത്തിൻ്റെ ആഹാരമെന്ന് പറയുമ്പോൾ എത്ര കണ്ട് കുടുംബം അശരണരായി പോയെന്ന വാക്കുകളിൽ വ്യക്തമാണ്.
അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ അമ്മ കൊടുക്കുന്ന അനുഗ്രഹം ജീവിത പങ്കാളിക്ക് സ്ഥിരമായി ജോലിക്കുള്ള സാഹചര്യങ്ങളാണ്. അതിക്ക് മുമ്പ് കുറേ നാൾ ജോലി തേടി അലഞ്ഞിട്ടും ഒരു ജോലിയും കിട്ടാതെ വല്ലാതെ വിഷമിച്ച് ആകെ കുടുംബം തന്നെ കലുഷിതമായിക്കൊണ്ടിരുന്ന ദിവസങ്ങളാണ്. ഉടമ്പടി എടുത്ത നാൾ മുതൽ ഓരോ ദിനവും അല്പാൽപമായി ജോലി ചെയ്യുവാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തത് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നു. മൂന്നാമത്തത് ഒരു വാഹനത്തിൻ്റെ ടിപ്പറിൻ്റെ അതിന് ലോൺ എടുത്തത് 6 ലക്ഷം രൂപയോളം തിരിച്ചടക്കണം എന്നൊരു വിധി വരുമ്പോൾ ഒരു പണം പോലും തിരികെ അടയ്ക്കുവാൻ കയ്യിലില്ലാത്ത അവസരത്തിലാണ് അമ്മയുടെ അരികിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. ആ 6 ലക്ഷം രൂപ 3 ലക്ഷമായി മീഡിയേഷനിലൂടെ കുറയ്ക്കാൻ പറ്റുന്നു. വീണ്ടും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ചോദിക്കുമ്പോൾ 25,000 കൂടെ കുറച്ച് 275 അത് എത്തിച്ചേരുന്നു. കോടതിയിലേക്ക് അതെത്തുമ്പോൾ പണം തന്നെ പലരിൽ നിന്നും അത് സ്വരൂപിച്ചെടുക്കുവാനുള്ള വഴികളൊക്കെ മകൾ പറയുന്നുണ്ട്. അസാധ്യമെന്ന് കരുതിയ ഓരോ കാര്യത്തെയും വളരെ എളുപ്പത്തിൽ ഭാരങ്ങളൊക്കെ ലഘൂകരിച്ചുകൊണ്ട് അമ്മ മാതാവ് നിരന്തരമായ കമ്മ്യൂണിക്കേഷനിലൂടെ ഓരോരുത്തരും വളരെ സ്നേഹത്തോടു കൂടി പണം കൈമാറുന്നതൊക്കെ മകൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് കോടതിയിലെത്തുമ്പോൾ ഇപ്പോൾ 2 ലക്ഷം അടച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അത് കോടതി അനുവദിക്കുകയും വക്കീൽ പോലും ഇതെന്തുകൊണ്ട് കോടതി ഇങ്ങനെ ഇത് ഇളവ് കൊടുത്തുവെന്ന് അത്ഭുതപ്പെടുകയും ചെയ്തത് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദരിദ്രൻ്റെ കണ്ണീരൊപ്പുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അത് വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് വഴി തുറക്കും. മകൾ പറയുന്നുണ്ട്, ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിരുന്ന ഞാൻ ഉടമ്പടി എടുത്തത് മുതൽ കഴിയുന്നത്ര ദിവസവും മിക്കവാറും എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോയി എൻ്റെ ജീവിതത്തെ ഞാൻ നവീകരിക്കുമായിരുന്നു. രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടുകൂടിയാണ് ദിവസം ആരംഭിച്ചിരുന്നത്. കാരണം എനിക്ക് ആശ്രയിക്കുവാൻ മറ്റൊന്നുമില്ല, ചോദിക്കുവാൻ എനിക്ക് മറ്റാരുമില്ല. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ മാത്രം രാവും പകലും പ്രാർത്ഥിച്ച് അമ്മ മാതാവിൻ്റെ കുടുംബത്തിൻ്റെ ക്ലേശങ്ങൾ ദൈന്യതകൾ മാറ്റിത്തരണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ ഓരോ ദിവസവും അമ്മയുടെ സാന്നിധ്യം, സംരക്ഷണം, സഹായം മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. തൊട്ടടുത്ത വീട്ടിൽ ഒരു അപകടം പറ്റി ഒരാൾ കിടക്കയിലാണെങ്കിലും പോയി കാണുവാൻ കയ്യിലൊന്നുമില്ലാത്തത് കൊണ്ട് ദിവസങ്ങളായി മടിച്ചു നിന്നപ്പോൾ അമ്മ മാതാവ് തന്നെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ആ വീട് വരെ ചെല്ലുവാനും അവിടെ വേണ്ടത് ഞാൻ സഹായിച്ചു തരുമെന്നും പറയുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോൾ 2 സ്റ്റിച്ച് ഏതാണ്ട് പഴുത്തിരിക്കുന്ന രോഗിയെ കാണുകയും തൻ്റെ കയ്യിലുള്ളത് എന്തോ പണമൊന്നും കൊടുക്കുവാനില്ല, ആശ്വാസവാക്ക് അധികം പറയുവാൻ അറിയില്ല, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയും തനിക്ക് തന്നെ തോന്നിയിട്ടില്ല. തൻ്റെ എളിയ വാക്കുകൾ, ഞാൻ ബാലനാണ്, ഞാൻ എന്തു പറയാനാണെന്ന ആ വാക്യമാണ് മനസ്സിൽ കിടന്ന് അലതല്ലുന്നത്. എന്നാൽ ഏറ്റവും ഉറപ്പുള്ളത്, ഏറ്റവും വിശ്വാസമുള്ളത് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലമാണ്. എന്നും തന്നെ സംരക്ഷിക്കുന്ന അതേ തൈലം ആ സഹോദരൻ്റെ മുറിവുകളിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം അത് സൗഖ്യപ്പെടുന്ന രീതിയിലേക്ക് മാറിയെന്ന് ആ കുടുംബമെന്ന് പറയുമ്പോഴാണ് അമ്മ മാതാവ് കൂടെ നടക്കുന്നുവെന്ന് മകൾ നന്നായി ബോധ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം ഉടമ്പടി ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യമാണ്. ഒന്നുമില്ലായ്മയിൽ ദൈവം കൈപിടിച്ച് നടത്തുന്നവരെന്ന് ബോധ്യപ്പെടുത്തുന്ന സാക്ഷ്യം. അമ്മ മാതാവിൻ്റെ അരികിൽ കണ്ണീരോട് കൊടുക്കുന്ന ഏതൊരു നിയോഗത്തെയും പ്രാർത്ഥനയെയും ഗൗരവമുള്ള പ്രശ്നത്തെയും പരിശുദ്ധ കൃപാസന മാതാവ് നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വലിയ കുരുക്കിൽ നിന്ന്, ആപത്തിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന സ്നേഹത്തിൻ്റെ, കരുണയുടെ, ദൈവാശ്രയത്വത്തിൻ്റെ സുവിശേഷമാണിത്. ഈ കുടുംബത്തിന് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഈ കുടുംബത്തിനെ പോലെ നമ്മുടെ വേദനകളെ, രോഗങ്ങളെ, ക്ലേശങ്ങളെ അമ്മ മാതാവ് തിരുക്കുമാറിന് കൊടുത്ത് അവയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.